ഭീകരർക്ക് വലിയ രീതിയിലൊരു മുന്നറിയിപ്പ് നൽകി എത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് താൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്ന കർശന നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത്. ട്രംപിൻ്റെ പ്രഖ്യാപനം സത്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം 20-ാം തീയതി 2025 ജനുവരി 20-നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചിരിക്കണം. വിട്ടയച്ചില്ലെങ്കിൽ അദ്ദേഹം അതും പറയുന്നത് നരകതുല്യമായ ഒരവസ്ഥയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് ട്രംപ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം കർശനമായ താക്കീത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെ പെട്ടെന്ന് ഇത് പറയാൻ പ്രേരിപ്പിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ഇസ്രായേൽ പൗരനായ ഒരു സൈനികൻ, ഇസ്രായേൽ സൈന്യത്തിലെ അംഗമാണ് അദ്ദേഹം മരിച്ചായി വാർത്ത പുറത്ത് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് തീവ്രവാദികൾ ആക്രമണം നടത്തിയ ദിവസം തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം ബന്ദിയാണ് എന്നാണ് പൊതുവെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഈ ഹമാസിൻ്റെ പട്ടികയിൽ അവർ പറഞ്ഞതിൽ ഞങ്ങളെ പക്കലുണ്ടെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു. അത് ഇദ്ദേഹം അന്നേ കൊല്ലപ്പെട്ടിരുന്നു. ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ മറ്റൊരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ഈ അവരുടെ കൈവശമുള്ള ഇസ്രായേലുകാരായ ബന്ദികളുടെ ദയനീയമായ ഒരു അവസ്ഥ. അതിലൊരു മനുഷ്യൻ, അയാൾ ഒരു ഇസ്രായേൽ അമേരിക്കൻ പൗരനാണ്. അയാൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം. 400 ദിവസത്തിലധികമായി ഇവരുടെ തടവിൽ ഞങ്ങൾ അതിക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ കിടക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയും രക്ഷിക്കണമെന്ന്. ഒരുപക്ഷെ ഈ രണ്ട് സംഭവങ്ങളായിരിക്കാം പെട്ടെന്ന് തന്നെ ട്രംപിനെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാടിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല പലരും കൊടുത്തേക്കുന്നത് തന്നെ ട്രംപിന് മാത്രമേ ഇതിന് സാധിക്കൂ എന്ന രീതിയിൽ തന്നെയാണ്. അത് സത്യമാണ്. ട്രംപ് ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ഈ ബന്ദികൾക്ക് വേണ്ടി കിടന്നിങ്ങനെ നിലവിളിക്കുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു. അത് നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊരു കുത്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായപ്പോൾ വിജയിച്ച പോലെ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുട്ടിടി തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികൾ, ഹിസ്ബുള്ള എല്ലാവർക്കും ഭയമായി. ഒരു പക്ഷേ ഹിസ്ബുള്ള പോലും പെട്ടെന്ന് അവരൊരു വെടിനിർത്തലിന് തയ്യാറായതുപോലും അമേരിക്കയിലെ ട്രംപ് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്ന സാഹചര്യത്തിലായിരിക്കാം. കാരണം നമുക്കറിയാം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഈ ഇറാനെയും ഇത്തരം തീവ്രവാദ സംഘടനയും ട്രംപ് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല ഭയങ്കര കർശന നിലപാടുകാരനാണ്. എല്ലാ കാര്യത്തിലും കാർക്കശ്യമുള്ള ആളാണ്. ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ഉക്രൈൻ റഷ്യ യുദ്ധം ഞാൻ നിർത്തിക്കുമെന്നാണ്. 24 മണിക്കൂർ സമയം മതി എനിക്ക് യുദ്ധം അവസാനിപ്പിക്കാനാണെന്ന്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, ട്രംപ് അത് നടപ്പിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. ട്രംപ് വരുന്നതോടെ പലതും സംഭവിക്കുമെന്ന് തന്നെ അതാണ് അതിൻ്റെ ഒരു കാര്യം. അതിൽ ട്രംപിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് ട്രംപ് പറയുന്നുണ്ട്, ഈ തടവറകളിൽ ഇവർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് ഈ മനുഷ്യർ. യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന നൽകാതെയാണ് ഈ തടവറകളിൽ ഇവരെ ടോർച്ചർ ചെയ്യുന്നത്. നമ്മൾ തന്നെ കണ്ടാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിൽ കുറേ ആളുകളെ വിട്ടയച്ചിരുന്നു, സ്ത്രീകളും കുട്ടികൾക്കും ഉൾപ്പെടെ. ആ സ്ത്രീകൾ വെളിയിൽ ഇറങ്ങി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവർക്ക് അതിക്രൂരമായ തടവറയിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു, ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു, ഇവരെ കൺമുന്നിൽ വെച്ച് ആളെ കൊല്ലുന്നു. ഇവരെ മുന്നിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ടൊന്ന് നിർത്തിയിട്ട് നിങ്ങൾ കണ്ടോ ഇതൊന്ന് ഞങ്ങൾ ഇയാളെ കൊല്ലാൻ പോകണമെന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അവർ. കാരണം ഇതൊരു ഭീതി വളർത്താനുള്ള ഈ എല്ലാ ഭീകര സംഘടനകളുടെ രീതിയാണ്. അവർ ഭീകരമായ ദൃശ്യങ്ങൾ അവർ പുറത്തു വിടും. ആളുകൾക്കിടയിൽ ഭീതി വളർത്താൻ വേണ്ടി ഇവർ പണ്ടേ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. പക്ഷേ ഇത് ട്രംപിനെ പോലെയുള്ള ഒരാൾ വരികയാണെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ തൽക്കാലം വെടിനിർത്തലൊക്കെ ആയി ഇടയ്ക്കൊന്ന് വെടിവെച്ചെങ്കിലും തിരിച്ച് 2 അടി അങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ തൽക്കാലം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഒന്നും ആയിട്ടില്ല. ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഇതിൽ ഏറ്റവും ഒരു ജീവസുറ്റൊരു വിഷയം എന്ന് പറയുന്നത് കുറേ ജീവനുള്ള മനുഷ്യർ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നാണ്. ഹിസ്ബുള്ള പോലെ അല്ല, ഇത്രയും മനുഷ്യരുണ്ട്. ഇതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല. 250 പേരെ മറ്റോ അന്ന് 257 പേര് അന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്. ഇന്ന് അതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്? 60 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവർ അന്ന് ചെയ്തിരുന്നത് ഈ ബന്ദികളെ മറയാക്കിയാണ് ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. ഇസ്രായേൽ സേന എത്തുമ്പോൾ പെട്ടെന്ന് ഇവരെ മുന്നിൽ നിർത്തി ആക്രമണം നടത്തുമ്പോൾ ഇവർ കുറേ പേര് കൊല്ലപ്പെട്ട് കാണുമായിരിക്കാം. മാത്രമല്ല ഈ ഹമാസ് നടക്കുന്ന വേറൊരു വലിയൊരു ക്രൂരത എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. മൃതദേഹങ്ങൾ ഇവരെവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടുന്ന രീതിയാണ് ഈ തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈജിപ്റ്റ് ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക അക്കാര്യത്തിൽ ഒരു സജീവ സാന്നിധ്യമൊക്കെയാണ്. പക്ഷേ ഈ ഇവർ പറയുന്ന എത്ര നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഗതികെട്ട അവസ്ഥയിൽ ആണ്, ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ മറ്റേ മനുഷ്യനെ കൊണ്ട്, ഈ അമേരിക്കൻ പൗരനെ കൊണ്ട് ഈ സംസാരിപ്പിച്ച ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഇവർ അയച്ചതൊക്കെ തന്നെ കീഴടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹമാസിന് പറയാം ഞങ്ങളെല്ലാം കീഴടങ്ങിയത്, ഇവർക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വിദ്യ ആയിരിക്കാം. ട്രംപ് വരുന്നതോടുകൂടി ഇവരും കുറച്ച് ഭയപ്പെട്ടു എന്ന് വേണം.
കുറച്ചല്ല, മൊത്തത്തിൽ ആ ഏരിയ മൊത്തം ഭയന്നു പോയി എന്നാണ്. കാരണം ഈ ഇറാനാണ് ഇവരെല്ലാവരെയും സഹായിക്കുന്നത്. അവർക്ക് പരോക്ഷ സഹായം സിറിയയുണ്ട്, ലെബനനിൽ ഇവരുടെ ഈ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട്, സജീവ സാന്നിധ്യമുണ്ട്. ഗാസയും ലെബനനും തമ്മിൽ വ്യത്യാസം, ഗാസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമാണ്, ഗാസ മുനമ്പ്. അതുപോലെ ലെബനൻ ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ആക്രമണം ഒരു രാജ്യത്തിന് നടക്കുന്ന ആക്രമണമായിട്ട് വേണമെങ്കിൽ അത് കണക്കാക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇവിടെ വളരെ കൃത്യമായി ചർച്ച നടത്തി ഒത്തുതീർപ്പാവുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹമാസിൻ്റെ കാര്യത്തിൽ. കാരണം എത്ര ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയില്ല. ഈജിപ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളത്തെ നമ്മൾ ചർച്ച പറഞ്ഞതാണ്. ഈജിപ്റ്റ് ആവശ്യപ്പെടുന്നൊരു കാര്യം, തങ്ങളുടെ കൈവശമുള്ള ഈ ബന്ദികളുടെ പട്ടിക ചിലപ്പോൾ അവർ ആവശ്യപ്പെടും ഈജിപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ലിസ്റ്റ് എടുത്ത് കൊടുക്കും? ഇതൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ആർക്കറിയാം. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അടുത്ത മാസം 20 സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അതിശക്തമായ ഒരു പ്രതിരോധം ഈ തീവ്രവാദ സംഘടനകൾക്ക് മേൽ വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ട്രംപ് പറയുന്നത് നിങ്ങൾ നരകം കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഒരു പക്ഷേ അമേരിക്കൻ പട്ടാളം തന്നെ നേരിട്ട് ഗാസയിലെത്തി ഈ ഹമാസ് തീവ്രവാദികളെ നേരിട്ട് ഈ ബന്ദികളെ മോചിപ്പിക്കുമെന്നാണോ എന്ന് സ്വാഭാവിക സംശയിക്കേണ്ടത്. ട്രംപിൻ്റെ ഒരു രീതി അനുസരിച്ച് ട്രംപ് അതൊക്കെ ചെയ്യും. 20-ാം തീയതിയാണ് അവസാന ഡേറ്റ്. 20-ാം തീയതിയാണ് അവസാന ഡേറ്റ്. സമയമുണ്ട് 20-ാം തീയതിക്ക്. ഇപ്പോൾ ഇന്ന് ഡിസംബർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ജനുവരിയിൽ ഒരുപാട് സമയമുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ തന്നെ പലപ്പോഴും ഈ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് നേതൃത്വമില്ല, ഹിസ്ബുള്ളയ്ക്കും ഇല്ല, ഹമാസിന് നേതൃത്വമില്ല. അപ്പോൾ ചർച്ചകളിൽ ആരൊക്കെയോ പങ്കെടുക്കുന്നുണ്ട്, ഇതിൻ്റെ ആളുകളൊക്കെ പങ്കെടുത്ത് ഇതിൻ്റെ തീരുമാനം വരുമ്പോൾ അത് അംഗീകരിക്കണം, തീവ്രവാദ സംഘടന അംഗീകരിക്കും, പിന്നീട് അങ്ങോട്ട് നടപ്പിലാകുകയും വേണം. പക്ഷേ ഈ ബന്ദികൾ എവിടെയെന്ന് ചോദിച്ചാൽ ബന്ദികൾ ഇനി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ബന്ദികൾ തീരെ കുറച്ച് പേരെ ഇനി ജീവിച്ചിട്ടുള്ള ബാക്കിയെല്ലാം കൊല്ലപ്പെട്ടു എന്ന് ഒരവസ്ഥ വന്നാൽ അത് ഇസ്രായേൽ ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കാരെ പല ബന്ദികളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അമേരിക്ക പോലും ഇപ്പം ഡൊണാൾഡ് ട്രംപല്ല, നമ്മുടെ ജോ ബൈഡൻ വലിയ എതിർപ്പ് നേരിട്ട് അവിടുത്തെ ജനങ്ങൾ ബഹളം വെച്ചു. ഞങ്ങളുടെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ ആളുകളെ തിരിച്ചുകൊണ്ടുവന്ന് നിങ്ങളിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ടുവരണമെന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ സമാധാനം കൈവരാൻ ഈ ട്രംപിൻ്റെ ഈ രണ്ടാം വരവ് സഹായകമാകാനാണ് സാധ്യത. ചർച്ച കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് ട്രംപ് മനസ്സിലാക്കി. ട്രംപിനെ സംബന്ധിച്ച് കാര്യം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ട്രംപ് ഇന്നും പറഞ്ഞിട്ടുള്ളത്, ഈ പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്, നീ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്, നിങ്ങൾ ചർച്ച നടത്തി ഇതെങ്ങും എത്തുന്നില്ല. ഈ ബന്ദികളുടെ ജീവിതം കഷ്ടത്തിലാണ്, അപ്പോൾ അതിനെ അവർ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ട്രംപിൻ്റെ ഈ ഒരു വിരട്ട് ഏക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ജോ ബൈഡനെ സംബന്ധിച്ച് ജോ ബൈഡൻ കാലാവധി കഴിയാണ്, അദ്ദേഹം ഇനിയില്ല. ജോ ബൈഡൻ നേരത്തെ ചെയ്തത് ആദ്യം നല്ല അതീവ പ്രയോജനശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തിരുന്നു. പിന്നെ ഇടയ്ക്ക് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു എന്നുള്ള ആരോപണം വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് അങ്ങ് തടഞ്ഞു വെച്ചു. ആ ആയുധ വിൽപ്പന തടഞ്ഞു വെച്ചില്ല, ഇതങ്ങോട്ട് അയക്കുന്നത്, ഇതിൻ്റെ സപ്ലൈ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അവർ ആയുധങ്ങൾ ധാരാളം കൊടുക്കുന്നുണ്ട്, ജോ ബൈഡൻ സർക്കാർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വളരെ സജീവമായി ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചും ഇപ്പം ഡെമോക്രാറ്റ്സുകളെ സംബന്ധിച്ചും ഈ അവരെ ഭരണത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിച്ചിട്ട് പോയാൽ ക്രെഡിറ്റ് അവർക്ക് കിട്ടും. അതല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രംപ് കൊണ്ടുപോകുന്നുള്ള 100% ഉറപ്പാണ്. ട്രംപ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ട്രംപ് ആയിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ട്രംപിൻ്റെ ഈ വിരട്ടൽ ഏൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ട്രംപ് അത് ചെയ്യുമെന്ന് ഈ തീവ്രവാദിക്ക് നന്നായിട്ട് അറിയാം. ട്രംപ് നിങ്ങൾക്ക് നരകം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ നരകം സൃഷ്ടിച്ചിട്ടേ പോവുകയുള്ളൂ. അതുപോലെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഇനി ട്രംപിന് സാധിക്കുമോ? ട്രംപ് വന്നാൽ സാധിക്കും. പക്ഷേ ട്രംപിന് ഈ ഒത്തീർപ്പ് ചർച്ച, സംഭാഷണം, ഇത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യമുള്ള ഒരാളായിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹം വളരെ കർശന നിലപാടുള്ള ഒരാളാണ്. പക്ഷേ ട്രംപ് ചോദിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ചർച്ച നടത്തുകയല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തായി എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്മാരെ അടിച്ച് നിരപ്പാക്കണമെന്ന് പലവണ പറഞ്ഞിട്ടുള്ള ആളും കൂടെയാണ്. പക്ഷേ പിന്നെ നിലവിലുള്ള ജോ ബൈഡൻ സർക്കാരിനെ സംബന്ധിച്ച് അവർ എങ്ങനെയെങ്കിലും ഇതിൽ ഒത്തീർപ്പ് ഉണ്ടാക്കാനുള്ള സകല ശ്രമങ്ങളും അവസാനിപ്പിക്കാൻ ശ്രമം നടത്തും. അതല്ലെങ്കിൽ അവരെ നിസ്സഹായരായി പോവും. പിന്നെ ട്രംപ് വന്നിട്ട് ട്രംപ് അതിൻ്റേതായ രീതിയിൽ കാര്യം നടപ്പിലാക്കും. അപ്പോൾ എന്തായാലും ഈ ട്രംപിൻ്റെ ഭീഷണി ഇത് ഫലിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്കെല്ലാം, തീവ്രവാദി സംഘടനകൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമെല്ലാം ഭയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. അതികർശനമായ രീതിയിൽ ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ തിരിച്ചടി ലഭിക്കും എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ വിരട്ടൽ ഫലവത്താവും എന്ന് തന്നെ നമുക്ക് കരുതാം.